കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഓരോ ക്യാരക്ടറിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കേണ്ടി വരണം. ഹ്യൂമറാണോ അതോ സീരിയസ് ആണോ? എങ്ങനെയാണ് സംഭവം? ഹ്യൂമറല്ല, ഒരു ഫാമിലി പ്രോബ്ലംസ് കാണിക്കുന്ന ഒരു ചെറിയൊരു പടം. വിവ എന്നൊരു സിനിമ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവമാണ്. ജീവിതത്തിൽ നടക്കുന്ന അതേ കഥ പോലെ തന്നെ നമ്മുടെ ഓരോ ഫാമിലിയിൽ എല്ലാവർക്കും നടക്കുന്ന സംഭവങ്ങളാണ്. ആ ഡയറക്ടർ ചെയ്താണ് നല്ല അടിപൊളി സ്ക്രിപ്റ്റ്, അടിപൊളി കഥ. എല്ലാവരും കാണണം, ഫാമിലി കഥയാണ്, ആരും മിസ് ചെയ്യരുത്. ഈ സൂപ്പർ ഫിലിം, കോമഡി ഉണ്ട്, എല്ലാ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. കാണേണ്ട പടമാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സും. ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും പ്രതീക്ഷിക്കാതെ വന്നിരുന്ന് കയറിയ ഒരു പടമാണ്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാർ, വിവാഹം കഴിച്ച ആൾക്കാർ, ചെറുപ്പക്കാരായ യുവാക്കൾ എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. ഇതിനകത്തുനിന്ന് ഒരു നല്ല മെസ്സേജ് ഔട്ട്പുട്ട്. നമ്മളൊരിക്കലും ആഗ്രഹിച്ച തരത്തിലുള്ളൊരു വിവാഹ ബന്ധം നമുക്ക് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് എങ്ങനെ നമ്മൾ നേരിടാം എന്നുള്ളൊരു മെസ്സേജ് നടക്കുന്നത് കൊണ്ട് പടം നല്ല സംവിധാനമാണ്. അതായത് ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല കുടുംബപരമായിട്ട് കാണാൻ, ഫാമിലി ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളോട് കൂടി കാണാൻ പറ്റില്ല, അല്ലാതെ കാണാം. നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കണ്ണൊക്കെ പറഞ്ഞല്ലോ. കണ്ടിട്ട് കുറച്ചുപേര് കരയുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് ശരിക്കും കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൻ്റെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടർ നല്ല രീതിയിൽ ഒരടി മാറാതെ എനിക്ക് പെർഫോം ചെയ്ത് തന്നു. ഓക്കെ, ഏറ്റവും വലിയൊരു ആഗ്രഹം അഭിഷേകിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റാണ്. അവൻ്റെ സങ്കടം അവൻ്റെ അറിഞ്ഞിരിക്കുന്നില്ലേ. എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നല്ലേ? സൂപ്പർ, കൊള്ളാലോ. താങ്ക് യു. എൻ്റെ ഫസ്റ്റ് തുടക്കമാണല്ലോ. സീരിയസ്ലി ഞങ്ങളുടെ പോർഷൻ മാത്രമേ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സ്ക്രിപ്റ്റിൽ അറിയാമെങ്കിൽ കൂടിയും ഞങ്ങളുടെ പോർഷൻസ് മാത്രമേ ഞങ്ങൾ റിയലി കണ്ടിട്ടുള്ളൂ. അനീഷേട്ടനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ നല്ല എന്തൊരു മനുഷ്യനാണ്. സീരിയസ്ലി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അനീഷേട്ടനാണെങ്കിലും ധ്രുവൻ ചേട്ടനാണെങ്കിലും അർച്ചന, ശ്രുതി ചേച്ചി, നയന, അഭിഷേക് എൻ്റെ കൂടെ ഉള്ള പോർഷൻ അല്ലാതെ ബാക്കിയുള്ള പോർഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. റിയലി വെൽ, സീരിയസ്ലി ഭയങ്കര ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ ലൈക്ക് മൂവി ഫുള്ളായിട്ട് എൻ്റെ മൂവി ഇന്നാണ് ഞാൻ കാണുന്നത്. സോ അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വലിയ സന്തോഷമായി. പ്രശ്നേട്ടാ താങ്ക് യു സോ മച്ച്. അഭിഷേകാണെങ്കിലും സ്ക്രിപ്റ്റിൻ്റെ ഇതിലാണെങ്കിലും ഡയറക്ഷൻ സൈഡിലാണെങ്കിലും ക്യാമറ എല്ലാം ക്യാമറാമാൻ റോണി ശശിധരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ബാക്ക്ഗ്രൗണ്ട് അരുൺ മുരളീധരനാണ് നന്നായിട്ട്. എൻ്റെ ഫസ്റ്റ് സൂപ്പർ. ഇനി മുന്നോട്ട് കാണാം. അവിടെ ഒരുപാട് സന്തോഷം. എന്താ പറയുക, ചെറിയൊരു